എം സ്പോട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മയോണീസ് മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന മക്രോണിനെക്കാളും വളരെ വ്യത്യസ്തമാണ് ഈ മക്രോണിൻ്റെ ടേസ്റ്റ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മക്രോണി റെസിപ്പിയാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോണീസ് മക്രോണി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം കക്കിരി, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു ചെറിയ കഷ്ണം ഉള്ളി, 3 പച്ചമുളകാണ് ആവശ്യം. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ക്യാരറ്റ് ഇതുപോലെ നേർങ്ങനെയാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്യാം. പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കക്കിരി കട്ട് ചെയ്യുക. കക്കിരി ഇതുപോലെ തന്നെ കുറേ പീസാക്കിയിട്ട് നേർങ്ങനെയായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഉള്ളി അതേപോലെ തന്നെ ചെറുതായിട്ട് അരിയുക. ഇനി അടുത്തതായി ക്യാബേജ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാബേജ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മയോണീസ് മക്രോണി തയ്യാറാക്കാനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുഴുങ്ങാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ അടുത്തതായി ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് അടുത്തതായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മുളകൊക്കെ എല്ലാവരുടെയും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ മൂടി നമുക്ക് ഇട്ടിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ 2-3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ ചിക്കൻ ബോയിൽ ആവുകയുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് മക്രോണി പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളക്കുമ്പോൾ ആവശ്യത്തിന് മക്രോണി നമുക്കിടാം. ഞാൻ ഇവിടെ കുറച്ച് മക്രോണിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചു പോകും. കുറച്ച് സാൽട്ടും ഇതിലേക്ക് ഇടുക. ഒരു 5-10 മിനിറ്റ് വരെ ഇത് ബോയിലാകാൻ സ്റ്റൗവിൽ വെക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തൊട്ട് നോക്കുക, വെന്തണമെന്ന് നോക്കുക. അങ്ങനെ നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ അടുത്തതായി നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. മയോണൈസ് തയ്യാറാക്കാൻ നമുക്ക് ഒരു മുട്ട, ഞാനിവിടെ ഒരു മുട്ടക്കാണ് മയോണൈസ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടക്കും ആക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടക്ക് 5-6 ഇല്ലി വെളുത്തുള്ളിയും കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ കുറച്ചീച്ച മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അല്ല മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മയോണൈസ് വെള്ളം പോലെ ആയിപ്പോൾ. അതുകൊണ്ട് കുറച്ചീച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിതാ ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മയോണൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇടാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായി നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമുക്ക് ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മയോണൈസും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മക്രോണി ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാവരുടെയും ഒന്ന് വെജിറ്റബിൾസ്, ചിക്കൻ എല്ലാം ഒന്ന് എല്ലാവരുടെയും ഒന്ന് ആകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമുക്കിവിടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇടുക. അപ്പോൾ കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരുടെയും ഒന്ന് ആകുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മയോണൈസ് മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണൈസ് മക്രോണി ഞാനിവിടെ ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ മയോണൈസ് മക്രോണി ആരും ഉണ്ടാക്കാൻ മറക്കരുത്. കാണാൻ മാത്രമല്ല കഴിക്കാനും ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതാണ്. ബൈ.